السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 353. ഭംഗിയുള്ള സ്ത്രീയെ വിവാഹിക്കൽ സുന്നത്തുണ്ട്. ഒരു പുരുഷൻ തൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കുന്ന സ്ത്രീ ഹസ്ന ആവൽ സുന്നത്തുണ്ട്. ഹസ്ന അഥവാ സൗന്ദര്യമുള്ളവൾ. പക്ഷേ അതിരുകടന്ന സൗന്ദര്യം നന്നല്ല. അതീവ സുന്ദരിയെ വിവാഹിക്കാതിരിക്കലാണ് ഭേദം. നഅം തുക്റഹു ദാത്തുൽ ജമാലിൽ ബാരിഅ ഐ അൽ മുഫ്രിത്ത്. പരിധിവിട്ട സൗന്ദര്യമുള്ള പെണ്ണിനെ വിവാഹിക്കുന്നത് കറാഹത്താണ്. ലിഅന്നഹാ തസ്ഹൂ ബിഹി വതത്വല്ലഉ ഇലൈഹാ അഅ്യുനുൽ ഫജറ. അവളെ പലരും കണ്ണുവച്ചിരിക്കും. തമ്മാടിക്കഴുകന്മാരുടെ കണ്ണുകൾ അവളുടെ നേരെയുണ്ടാകും. അപ്പോൾ പിന്നെ അത് വലിയ നാശത്തിലേക്ക് നയിക്കും. ദാമ്പത്യത്തിൽ സ്വൈര്യം ഇല്ലാത്ത, സമാധാനമില്ലാത്ത അവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് അതീവ സുന്ദരിയെ വിവാഹിക്കാതിരിക്കലാണ് നല്ലത്. അതീവ സുന്ദരിയെ വിവാഹിക്കുന്നത് കറാഹത്താണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, മാ സലിമത് ദാത്തു ജമാലിൻ ഖത്തു ഐ ബാരിഇൻ. വമ്പൻ സൗന്ദര്യമുള്ള ഒരു പെണ്ണും രക്ഷപ്പെട്ടിട്ടില്ല, സുരക്ഷിതയല്ല. മിൻ ഫിത്നത്തിൻ ഔ തതല്ലുഇ ഫാജിരിൻ ഇലൈഹാ ഔ തഖവ്വുലിഹി അലൈഹാ. അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല നാശങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തമ്മാടികളുടെ ശല്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ശൃംഗാരത്തിന് അവർ വിധേയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത്, ഒരു അതിരുവിട്ട സൗന്ദര്യത്തിൻ്റെ ഉടമയായ സ്ത്രീയെ വിവാഹിക്കുന്നത് അനഭിലഷണീയമാണ്. അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം ചെയ്യുന്ന പുരുഷന്മാർ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളും ഈ സുന്നത്തുകളും കറാഹത്തുകളും ഒക്കെ പരിഗണിച്ചു വേണം സെലക്ഷൻ നടത്താൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.